കേരളത്തിൻ്റെ ഒരു അഭിമാനമാണ് തൃശ്ശൂർ രാഗം തിയേറ്റർ. അതുപോലെ തന്നെ തൃശ്ശൂർക്കാരുടെ ഒരു അഹങ്കാരമാണ്, സ്വകാര്യ അഹങ്കാരമാണ് രാഗം തിയേറ്റർ. ആ അഹങ്കാരമൊക്കെ പോയി ഇപ്പോൾ പ്രേക്ഷകർക്ക്. കാരണം എന്താണ്? ഇതിനു മുമ്പ് രാഗം ജോർജേൻ്റെ കയ്യിലായിരുന്നു. ജോർജേൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ സുനിൽ കുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തി അത് ലീസിനെടുത്ത് അദ്ദേഹം നടത്തിയപ്പോൾ 105 രൂപയായിരുന്നു അവിടെ സിനിമ ടിക്കറ്റ്. രാഗം തിയേറ്ററിൽ 105 രൂപ കൊടുത്ത് നമുക്ക് സിനിമ കാണുന്ന ഒരു അഭിമാനമായിരുന്നു. അത് കഴിഞ്ഞ് BLM എന്ന് പറഞ്ഞ വലിയൊരു കമ്പനി അത് ഏറ്റെടുത്തു, സുനീനെ അവിടെ നിന്ന് പുറത്താക്കിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഒരു വലിയ ആനയും പൂരം, അതുപോലെ ഭയങ്കര ആഘോഷം, പുലിക്കളിയൊക്കെ ആയിട്ട് അവരെന്ത് പരിപാടിക്ക് ആഘോഷം പുലിക്കളി ഉണ്ട്. നാളെ ആംബുലൻസ് കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു പുലിക്കളിയും കാവടിയാട്ടം കൊണ്ട് ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ചെണ്ടമേളം കൊട്ടി എല്ലാവരും വളരെയധികം സന്തോഷിച്ചു. ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മഴ അങ്ങോട്ട് പെയ്ത് തോർന്നോട് കൂടിയിട്ട് ഇതേ ചൂട് വന്നു. ചൂട് എന്താണ്? പ്രേക്ഷകർക്ക് കൊടുത്ത ഷോക്ക് ട്രീറ്റ്മെൻറ്റ്. 105 രൂപയിൽ നിന്ന് 150 രൂപയാക്കി, 150 രൂപയിൽ നിന്ന് 200 രൂപയാക്കി ടിക്കറ്റ് ചാർജ്. അപ്പോൾ നമ്മുടെ സ്വകാര്യ അഹങ്കാരം നമ്മളങ്ങോട്ട് മറക്കുക. എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ ഈ രാഗം തിയേറ്ററിൽ സിനിമ കാണാൻ നിർത്തുക. അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ആ ഗിരിജ തിയേറ്ററിൽ പോയി സിനിമ കാണും. 105 രൂപയ്ക്ക് നമുക്ക് ഇപ്പോഴും സിനിമ കാണാം. ഈ 4K 2K എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അതേ 4K 4K വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 2K ഉണ്ട്. ഇതേ സൗണ്ടും ഇതേ ക്ലാരിറ്റിയും ഗിരിജയിലും കിട്ടും. നല്ല പാവങ്ങളുടെ തിയേറ്റർ അത്. അവിടെ നിങ്ങൾ ഈ സിനിമ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് തിയേറ്ററുണ്ട്, സ്ത്രീ കൈരളി, അവിടെ സിനിമ കാണുക. അങ്ങനെയുള്ള തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണുക. ഈ 150 രൂപ 200 അവർക്ക് ബിസിനസ്സായിരുന്നത്. ഈ നമ്മുടെ തിയേറ്റർ വാങ്ങിച്ച കാശ് ഇപ്പോൾ ഈ 2-3 പടത്തിനുള്ളിലാണ് തിരിച്ച് കിട്ടണം എന്നുള്ളൊരു ആക്രാന്തമാണ്. ഇപ്പോൾ നമ്മുടെ മോഹൻലാലിൻ്റെ ദൃശ്യത്രി വരുന്നുണ്ട്, അതുപോലെ തന്നെ ജനനായകം വരുന്നുണ്ട്, അതുപോലെ തന്നെ ആട് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പടങ്ങളിലൊക്കെ കാശ് കൊയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പൈസ കൂട്ടിക്കൊടുക്കുന്നത്. 150 രൂപയുള്ള തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾ സിനിമ കാണരുത്. നിങ്ങൾ OTT കണക്ഷൻ എടുക്കുക. 450 രൂപ ചിലവുള്ളൂ. ഈ പടങ്ങളൊക്കെ ഒരു 10-30 ദിവസം കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വരുന്നത് സുഖമായിട്ട് ഒരു 10 പൈസ ചിലവില്ലാണ്ട് കാണാം. ഇത്രയും ചിലവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ടിക്കറ്റ് ചാർജ് കൂട്ടിക്കൊണ്ട് ജനങ്ങളെ തിയേറ്ററിൽ നിന്ന് അകറ്റാൻ മാത്രമാണ് ഉപകരിക്കുള്ളൂ. ഒരു ഫാമിലി സിനിമയ്ക്ക് വാങ്ങിച്ച രൂപ എത്രയാണ്? 1000 രൂപ വരില്ലേ? 1000 രൂപ കൊടുത്ത് ചിലവാക്കി നിങ്ങൾ സിനിമ കാണണ്ട. നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങൾ OTTയിൽ നിങ്ങൾ കണക്ഷൻ എടുക്കുക, നെറ്റ് കണക്ഷൻ എടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ സിനിമ ഈ പടമൊക്കെ നമ്മൾ കുറച്ച് വൈകിയാലും വലിയ ശബ്ദത്തിലൊന്നും ഇരുന്ന് കാണണ്ടാന്നേ. വലിയ ശബ്ദത്തിൽ നമ്മുടെ ചെകിട്ടടിച്ച് പോകും. അത്രയും വലിയ ശബ്ദങ്ങളാണ് നമ്മൾ തിയേറ്ററിൽ ഇരുന്നിട്ട് 2 മണിക്കൂർ അനുഭവിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ഒരുപാട് കേടാണ്. അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിന് കേടാണ്, ഒക്കെ കേടാണ്. അപ്പോൾ അതുകൊണ്ട് സിനിമ രാഗത്തിൽ കാണാൻ നിർത്തുക. അത്രയും എനിക്ക് പറയാനുള്ളത്.